ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രേണുസുതിയുടെ പുതിയൊരു ഇനാഗ്രേഷൻ നല്ല ഹോട്ട് ലുക്കിലാണ് നമ്മുടെ രേണുസുതി എത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതി ഈ ഒരു മേഖലയിലേക്ക് വന്നതിന് ശേഷം അന്നാരാജൻ, ഹണി റോസ് അവരുടെയൊക്കെ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. കാരണം ഈ ഒരു ഇനാഗ്രേഷൻ മേഖലയിൽ പിടിച്ചു നിന്ന ആൾക്കാരാണ് അന്നാരാജൻ, ഹണി റോസ്, അങ്ങനെയുള്ള കുറച്ച് നടിമാരുണ്ടായിരുന്നു. അവരുടെ ഒരു കുത്തക തന്നെയായിരുന്നു ഉദ്ഘാടനങ്ങൾ. പക്ഷെ ഇപ്പൊ അവർക്കൊന്നും ഉദ്ഘാടനങ്ങൾ കിട്ടാനേ ഇല്ല. ഹണി റോസിനെ ഒന്നും കാണാനേ ഇല്ല. പിന്നെ അന്നാരാജൻ കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭയങ്കര മോഡേൺ ലുക്കിലൊക്കെ, അതായത് സാരിയൊക്കെ ഉടുത്തു വന്ന് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ രേണുസുതി വന്നതോടുകൂടി അവരുടെ മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഒരു മീഡിയ അറ്റൻഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാവം അന്നാരാജൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നപ്പോൾ ഭയങ്കര ഹോട്ട് ലുക്കിലൊക്കെ വന്നു. അത് വലിയ വിവാദമായിരുന്നു. എന്ത് പറയാനാ, എല്ലാത്തിനും കാരണക്കാരി രേണുസുതി തന്നെയാണ്. കാരണം രേണുസുതി ഈ ഒരു മേഖലയിലേക്ക് വന്നതിന് ശേഷം ഈ പറയുന്ന ഹണി റോസിനോ അന്നാരാജനോ ഒന്നും ഉദ്ഘാടനങ്ങളും കിട്ടുന്നില്ല, ഇനാഗ്രേഷനും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. എല്ലാ മേഖലയിലും തിളങ്ങി നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം രേണുസുതി തന്നെയാണ്. അപ്പൊ എന്തായാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, രേണുസുതി വന്ന് ഇനാഗ്രേഷൻ ചെയ്യാനായിട്ട് വന്ന് കാറിൽ വന്ന് ഇറങ്ങുന്നു. മീഡിയക്കാരുടെ ഒരു ആത്മാർത്ഥത പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. കാരണം ഏത് രീതിയിൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലാണ് രേണുസുതിക്ക് ഹൈപ്പ് കിട്ടുന്നത് അല്ലെങ്കിൽ റീച്ച് കിട്ടുന്നതെന്ന് മീഡിയക്കാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ രേണുസുതി വന്നിറങ്ങുമ്പോഴത്തേക്കും ഏത് ഭാഗമാണ് അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. രേണുവിൻ്റെ ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതിൽ എടുത്ത് കാണിക്കുന്ന ഭാഗം ഏതാണെന്നുള്ളത് മീഡിയക്കാർ നന്നായിട്ട് എടുത്ത് അങ്ങ് ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് ഇനാഗ്രേഷൻസിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണാം. എന്ത് പറയാനല്ലേ, പാവം ഹണി റോസും അന്നാരാജനും ഒക്കെ. രേണുസുതി വന്നതോടുകൂടി അവർക്കൊന്നും അവസരങ്ങൾ പോലും കിട്ടാനില്ല. അവരൊക്കെ പിടിച്ചു നിന്നുകൊണ്ടിരുന്ന മേഖലയാണ് ഈ ഉദ്ഘാടനങ്ങളൊക്കെ. ഇപ്പം അവർക്കൊന്നും ഒരൊറ്റ പേരിന് പോലും ഒരു ഉദ്ഘാടനം കിട്ടാനില്ല. അവിടെയെല്ലാം തിളങ്ങി നിൽക്കുന്നത് ആരാ? നമ്മുടെ സ്വന്തം രേണുസുതി തന്നെയാണ്. എന്തായാലും ഇനിയും രേണുസുതിക്ക് ഒരുപാട് ഇനാഗ്രേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ വിദേശത്തേക്ക് ഒരുപാട് ട്രിപ്പുകളൊക്കെ ഉണ്ടെന്നാണ് രേണുസുതി പറയുന്നത്. നമുക്കൊന്ന് കാണാം. ഇപ്പൊ ആ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോ റാസ ഗെയിമിലോട്ട് പോകുന്നുണ്ട്. പുതിയ റെസ്റ്റോറന്റ് ഇനോഗ്രേഷൻ ആൻഡ് പ്രമോഷൻ ചെമ്പരത്തി എന്നാണ് പേര്. അപ്പം അതിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. വിസ ഓൾറെഡി ഇതായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ടിക്കറ്റും അതുപോലെ എന്താ പറയാ, നമ്മുടെ ഈ ഫ്ലൈറ്റിന്റെ കാര്യമൊക്കെ അറിഞ്ഞിട്ട് വേണം. പോവാണെങ്കിൽ 16-17 തീയതി പോയില്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. എന്റെ പേടിയല്ലേ, മിസൈല് പോലത്തെ വാക്കുകൾ പേടിയില്ല, ശരിക്കുള്ള മിസൈല് പേടിയാണ്. ചെറിയ മൊബൈല്, എനിക്ക് ഇത് ഏറ്റവും വലിയ മൊബൈല്. ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐഫോൺ ആണ്. എനിക്ക് താല്പര്യമില്ലാത്ത സാധനം നമുക്ക് താല്പര്യമില്ലാത്ത സാധനം നമ്മളങ്ങനെ ഉപയോഗിക്കും. എനിക്കാണ് ഐഫോൺ മേടിക്കാനുള്ള പൈസ എന്റെ ഉണ്ട്, ഞാൻ മേടിക്കുന്നില്ല തൽക്കാലത്തേക്ക്. ചെറിയ മൊബൈൽ എനിക്ക് ഏറ്റവും വലിയ മൊബൈലാണ്. താല്പര്യം ഞാൻ എങ്ങനെ സത്യം പറഞ്ഞ ഒരു റീല് സമയം പോകാൻ എടുക്കും, അത് മാറും, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ ഞാനിപ്പോ അങ്ങനൊന്നും ഇല്ല, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ല. വീഡിയോ കോൾ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. അധികം ചെയ്യാറില്ല, അത്യാവശ്യത്തിന് മാത്രം ചെയ്യും വീഡിയോ കോൾ. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ വെച്ചുകെട്ടാണല്ലേ, പല്ല് വെപ്പാണ്, മൊത്തത്തില് മേക്കപ്പാണ് ഫുള്ള്. മേക്കപ്പ് ഇല്ലാത്ത രേണുസുതി എങ്ങനെ ഇരിക്കും എന്നറിയണമെന്നുണ്ടെങ്കിൽ രേണുസുതിയുടെ വീട്ടിൽ തന്നെ പോകണം. നേരിട്ട് കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ മേക്കപ്പ് ഇല്ലാത്ത രേണുസുതി എങ്ങനെയായിരിക്കും എന്നുള്ളത്. എവിടെ പോയാലും നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര, അതായത് കൂടുതലും പുള്ളിക്കാരിയുടെ ഇനാഗ്രേഷൻസ് ഒക്കെ ഉദ്ഘാടനങ്ങളൊക്കെ ബ്യൂട്ടി പാർലർ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെയാണ്. ഫുള്ള് മേക്കപ്പാണ്, ഒന്നും മേക്കപ്പ് ഇല്ലാത്തയില്ല. നേരത്തെ മുടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം അതില്ല, ഒറിജിനൽ മുടി തന്നെയാണ്. പിന്നെ എന്നാണ്ട് ഗ്ലൂട്ടാത്തയോണോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ
ചെയ്തിട്ട് വെളുത്തിരിക്കുന്നു. പിന്നെ ഓൾറെഡി ആള് വെളുത്തതാണ്. പിന്നെ ഇപ്പൊ പല്ല് റെഡിയാകാൻ വേണ്ടിയിട്ട് സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തില് വെച്ചുകെട്ടാണെന്ന് തന്നെ പറയാം. എന്തും ആകട്ടെ, എന്താണെന്ന് പറഞ്ഞാൽ എന്താ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇരക്കുള്ളൊരു താരമല്ലേ നമ്മുടെ രേണുസുതി. പറഞ്ഞത് കേട്ടില്ലേ, ഇനിയിപ്പോ പുറം രാജ്യങ്ങളിലേക്ക് പോവാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ആ സമയത്തല്ലേ ഈ യുദ്ധമൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ചിലപ്പോൾ ഒന്ന് ലേറ്റ് ആയേക്കാം, എങ്കിൽ പോലും പോകും എന്നാണ് പറയുന്നത്. മിസൈലൊക്കെ വരുന്നതിൽ ഭയമുണ്ട്. മിസൈൽ പോലത്തെ വാക്കുകൾ പ്രശ്നമില്ല, പക്ഷെ ഒറിജിനൽ മിസൈൽ വന്നാൽ പേടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ആകട്ടെ, എന്താന്ന് പറഞ്ഞാലും നെഗറ്റീവിലൂടെ ആണെങ്കിലും നല്ല രീതിയിൽ അവസരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. അത് ഉദ്ഘാടനങ്ങളൊക്കെ ആയിക്കോട്ടെ, പ്രൊമോഷൻസ് ആയിക്കോട്ടെ, ആൽബം ആയിക്കോട്ടെ, വിദേശ യാത്രകളായിക്കോട്ടെ, ആള് രക്ഷപ്പെടുന്നുണ്ടല്ലോ. അത് മതി. നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാരെ വന്നിട്ട് കുറ്റം പറയാറുണ്ട്. രേണുസുതി വെച്ചിട്ടാണ് യൂട്യൂബേഴ്സ് കഞ്ഞി കുടിക്കുന്നത്, മറ്റേതാ മറിച്ചതെന്നൊക്കെ പറയാറുണ്ട്. എങ്കിൽ പോലും സത്യം അതല്ലല്ലോ. നമ്മളെപ്പോലെയുള്ള ചില യൂട്യൂബേഴ്സ് കാരണമാണ് ആൾക്ക് ഇത്രത്തോളം അവസരമൊക്കെ കിട്ടണത്. അത് മറക്കരുത് കേട്ടോ രേണാസുന. എന്നെ പോലെ കുറെ സിംഗിൾ പേരൻസ് ഉണ്ട് ലൈഫിൽ. എന്താ പറയാ, ഒരു നിമിഷം എന്താ പറയാ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളിൽ നിന്നും, എല്ലാവരുടെയും എല്ലാം കുറച്ച് കുറച്ച് കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടിട്ട് നമ്മൾ താണു വീണ് കഴിഞ്ഞാൽ അങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അതിൽ നിന്നെല്ലാം മുന്നേറി ഇപ്പൊ ചേച്ചിയെ തന്നെ കണ്ടില്ലേ, 15 വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഒരു അച്ചീവ്മെന്റ്. അപ്പൊ അതുപോലെ നമ്മള് സ്ത്രീകളായിട്ടുള്ള നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് കേട്ടാലും നമ്മള് എന്താ പറയാ മുന്നോട്ട് തന്നെ പോവുക. നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ ആരെ മൈൻഡ് ചെയ്യണം, അതായത് നെഗറ്റീവ്സിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുക.